ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കോഴിക്കോട് വൻ ലഹരിവേട്ട. 200 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. പൊക്കുന്ന സ്വദേശി അരുൺകുമാറാണ് പിടിയിലായത്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ ലക്ഷ്യമിട്ട ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. D100 ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഡാൻസ് ഓഫ് സ്ക്വാഡ് ടീമാണ്. അവർ ആളെ തടഞ്ഞു വെച്ച് പരിശോധിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് അറിയും. ആളുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 195 ഗ്രാം MDMA അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. സ്വദേശം വന്നിട്ട് മാങ്കാവും. ഇയാൾക്ക് കൊടുത്തത് മീൻചന്ത സ്വദേശി ഒരു ഇർഫാൻ എന്നുള്ള ആളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് 4ാമത്തെ കേസാണ്. വിൽപ്പന കോഴിക്കോട് സിറ്റി ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നു. അതിനുശേഷം ഇവിടെയുള്ള ചെറുകിട ആൾക്കാർക്കും അല്ലാണ്ട് ഉപയോഗത്തിനൊക്കെ ആയിട്ട് കൊടുക്കുന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തിയിട്ടാണ്. ഷഹദ് റഹ്മാനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഷഹദ്, വലിയ 200 ഗ്രാം MDMA ആണ് പിടിയിലായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ഈ പിടിയിലായ ആൾ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന ആളാണോ അതോ ഈ പരിശോധനയുടെ ഭാഗമായി നടത്തുന്നതിനിടയിൽ പിടിയിലായതാണോ? ശ്രുതി, ഇയാൾ സ്ഥിരമായി കുറ്റവാളിയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കാരണം ഇതിനു മുൻപും സമാനമായിട്ടുള്ള കേസുകളുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇയാൾക്കെതിരെ 2 കേസുകൾ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് വയനാട് പോലീസ് സ്റ്റേഷനിലാണ്. ഇന്ന് ഇയാളുടെ കൈവശത്ത് നിന്ന് ഏകദേശം 200 ഗ്രാം MDMA ആണ് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഇയാൾ ബാംഗ്ലൂരിൽ നിന്നാണ് MDMA കോഴിക്കോട്ടേക്ക് എത്തിക്കുന്നത്. മാത്രമല്ല ഈ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ലഹരി വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. ഇയാളുടെ ഒരു സ്ഥിരം രീതി എന്ന് പറയുന്നത് ഈ ഹോസ്റ്റലുകളിൽ മുറിയെടുത്ത് അല്ലെങ്കിൽ ഗ്രൂപ്പായി താമസിക്കുന്ന ആളുകൾക്കൊപ്പം പോയി താമസിക്കുകയും അവർക്ക് ലഹരി വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇയാളുടെ ഒരു പതിവ് രീതി. അതുകൊണ്ട് ഈ ഡാൻസ് ഓഫിനെ സംബന്ധിച്ച അത്ര പെട്ടെന്ന് ഇയാളെ പിടികൂടാൻ സാധിക്കുകയില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇയാൾ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ന് പിടിയിലായിട്ടുണ്ട്. നേരത്തെ 2 തവണ ഇയാളെ പിടികൂടിയ സമയത്ത് ചെറിയ തോതിലുള്ള അളവുകളായിരുന്നു ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നതെങ്കിൽ പോലും പക്ഷേ ഇത്തവണ 200 ഗ്രാം MDMA ആണ് പിടികൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇയാൾക്ക് കാപ്പ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഇയാളെ നാട് കടത്താനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാൾക്ക് ഈ ലഹരി നൽകിയിട്ടുള്ളത് ഒരു മാങ്കാവ് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവാണ്. ആ യുവാവിനായിട്ടുള്ള തിരച്ചിലും ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട്. കോഴിക്കോടാണ് വൻ ലഹരിവേട്ട. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.